ബ്രോ പടം എന്ന് പറയുമ്പോൾ ഒരു ഡീസൻറ്റ് ഒരു എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. പിന്നെ എടുത്തു പറയാനായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടുപോകണ അത്രയ്ക്കൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം, ഒരു വട്ടം കാണാം, അത്രേ തോന്നിയുള്ളൂ. പിന്നെ ബേസിലും ചെമ്പ വിനോദിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. സൗബിൻ്റെ ആക്ടിങ് എല്ലാ സിനിമയിലും ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വേറെ മ്യൂസിക്കൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നായികയൊക്കെ നല്ല സ്പേസ് ഉള്ള അങ്ങനെ ഒരു ഇതുണ്ട്. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ നല്ല ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പ്രാവിൻകൂടല്ലേ? ഫിലിം കുഴപ്പമില്ല ബ്രോ, എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നമ്മളിപ്പോൾ ഫ്രഷ് സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല, കണ്ടുമടുത്തൊരു ടൈപ്പായിരുന്നു. കണ്ടുമടുത്ത ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു മരണം, അത് ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് വരുന്നു, അതൊക്കെ തന്നെയാണ് സംഭവം. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലിൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പക്ഷേ നമ്മൾ നോർമലി പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഇല്ല, അങ്ങനെ തന്നെ, വല്ലാണ്ട് എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ ചെമ്പം വിനോദ് കൊള്ളായിരുന്നു. പിന്നെ സൗബിൻ പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഒക്കെ നൈസായിരുന്നു. ചാന്ദിനി കൊള്ളായിരുന്നു, ആക്ടിങ് വൈസ് കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ഇതില്ല. നമുക്ക് ഒരു തവണ കണ്ടിരിക്കുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും വന്ന് ഒരു തവണയെ കണ്ടിരിക്കുക, ഒരു ആവറേജ് ആയിരുന്നു. അതെ, സിനിമ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രെയിലർ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ സിനിമ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് FDFS ഒരു സിനിമ കാണാൻ വരുന്നത്. ഞാൻ കുറച്ച് നാൾ വരാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ആയാലും ചെമ്പൻ്റെയും സൗബിൻ്റെയും എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. അതൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് ആരാണ് ചെയ്തത് നമുക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു രീതിക്കാണ് പോകുന്നത്. അതായത് ആര് വേണോ ചെയ്ത് ആവാം എന്നുള്ള രീതിയിൽ. ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഡാർക്ക് കോമഡിയാണ്. അതെ, കോമഡിയൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ഉണ്ടായിരുന്നു. ബേസിലിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട സൗബിൻ്റെ ആയിരുന്നു. അതെ, ചെമ്പൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ നമ്മുടെ അഞ്ചക്കള്ള കോക്കനില്ലേ, അതിലെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. കൊള്ളായിരുന്നു. ഓളുണ്ടായിരുന്നു. പ്രാവിൻകൂട് ഷാപ്പ് പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ഷാപ്പിൻ്റെ അകത്ത് നടക്കുന്ന ആ മിസ്റ്ററി ഡ്രില്ലർ എന്ന് പറഞ്ഞാൽ ആ ഡ്രില്ലർ പക്കായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതാണെങ്കിൽ നമ്മൾ ആ മേക്കിംഗ് തന്നെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും മൂവി എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൂവിയുടെ ഫുള്ള് വൈബ് എൻജോയ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ അതാണ് ബേസിലായാലും സൗബിനായാലും മറ്റേ ക്യാരക്ടേഴ്സ് എല്ലാം ഇതായെങ്കിൽ മറ്റേ ചെമ്മച്ചാക്കായാലും എല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇതുണ്ട്. സംഭവം എല്ലാവർക്കും വർക്കാവുന്ന മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. തമാശയൊക്കെ വർക്കാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ബേസിൻ്റെ തന്നെ ആ തമാശയും സീരിയസും കൂടെ കൂടി ചേർന്നിട്ടുള്ളത് തന്നെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ബേസിൽ നല്ല റെഡി ആയിട്ട് പോകുന്നുണ്ട്. നല്ല പടമാണ്. ബേസിൽ നല്ല പടമാണ്. സൗബിനൊക്കെ നല്ല അഭിനയമാണ്. അതിനുള്ളതുണ്ട് പടം ഉണ്ട്.